കുറേയധികം പറയുവാനുണ്ട്. ചുരുക്കം കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയാം. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് തന്നെ അനന്തമായ നേട്ടങ്ങൾ നമ്മൾ കൈവരിക്കുന്നു. ദാരിദ്ര്യം, രോഗം, ജനനം, മരണം എന്നിവയുടെ ഭയത്തിൽ നിന്ന് അത് നമ്മെ സ്വതന്ത്രരാക്കുന്നു. ദൈവത്തെ നന്നായി മനസ്സിലാക്കാനും ആത്മപരിശോധനപ്പെട്ട ഒരു പുരാതന ലിപിയാണ് വിഷ്ണു സഹസ്രനാമം. സഹസ്ര എന്നാൽ 1000, നാമം എന്നാൽ നാമങ്ങൾ. അധ്യാത്മരാമായണം, മഹാഭാരതം, ഭഗവത്ഗീത, പുരാണങ്ങൾ, മറ്റ് സ്തോത്രങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന കലാതീതമായ ഇതിഹാസങ്ങളുടെ രചയിതാവായ അസാധാരണ സംസ്കൃത പണ്ഡിതനായ വ്യാസമുനിയുടെ ഒരു മാസ്റ്റർ പീസാണ് വിഷ്ണു സഹസ്രനാമം. ഇതിഹാസമായ മഹാഭാരതത്തിൽ വിഷ്ണു സഹസ്രനാമം അതിൻ്റെ ഒരു ഭാഗമാണ്. പഞ്ചപാണ്ഡവരിൽ മൂത്തവനായ യുധിഷ്ഠിർ ജീവിതത്തിൽ പിന്തുടരേണ്ട ഏറ്റവും വലിയ ധർമ്മത്തെക്കുറിച്ച് ആശയക്കുഴപ്പത്തിലായിരുന്നു. അവൻ കൃഷ്ണനെ സമീപിച്ചു. എന്നാൽ അർജുനനെ പോലെ ഗീതയെക്കുറിച്ചുള്ള അറിവ് രണ്ടാമത്തേത് നൽകിയില്ല. പകരം അർജുനന്റെ അസ്ത്രങ്ങളാൽ വീണു കിടക്കുന്ന യുദ്ധക്കളത്തിൽ മരണക്കിടക്കയിൽ കിടക്കുന്ന മഹാനായ യോദ്ധാവ് ഭീഷ്മ പിതാമഹന്റെ അടുത്തേക്ക് കൃഷ്ണൻ യുധിഷ്ഠിരനെ കൊണ്ടുപോയി. കൃഷ്ണന്റെ ഉപദേശപ്രകാരം വിഷ്ണു സഹസ്രനാമം ആരംഭിക്കുന്ന 6 കീഴടങ്ങേണ്ടതെന്ന് ഭീഷ്മർ മറുപടി നൽകി. അവന്റെ നാമത്തിൽ 1000 തവണ മധ്യസ്ഥത വഹിക്കുന്നത് ശുഭകരമായ അവസ്ഥ കൈവരിക്കാനും ബന്ധങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വയം മോചിതനാകാനും സഹായിക്കും. ഭീഷ്മർ വിഷ്ണുവിന്റെ 1000 നാമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. മഹാഭാരതത്തിന്റെ ഈ ഭാഗത്തെയാണ് വിഷ്ണു സഹസ്രനാമം എന്ന് വിളിക്കുന്നത്. ഇനി വിഷ്ണു സഹസ്രനാമത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. സംരക്ഷകനായ വിഷ്ണു ജീവൻ രക്ഷിക്കുന്നു, നിലനിർത്തുന്നു. ഭൂമിയിൽ തഴച്ചു വളരാൻ വിഷ്ണു വിവിധ ജീവരൂപങ്ങളെ നിലനിർത്തുന്നു. വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്ന നിരവധി വിശുദ്ധ വാക്യങ്ങളുണ്ട്. വിഷ്ണു സഹസ്രനാമം ആണ് ഏറ്റവും ഫലപ്രദം. വിഷ്ണു സഹസ്രനാമത്തിൽ വിഷ്ണുവിന്റെ 1000 നാമങ്ങൾ അടങ്ങിയിരിക്കുന്നു. സുസ്ഥിരമായ മനസ്സിനും ശരീരത്തിനും രണ്ടും പിരിമുറക്കമില്ലാതെ തുടരണമെന്ന് മാനവികത എപ്പോഴും വിശ്വസിക്കുന്നുണ്ടല്ലോ. വിഷ്ണു സഹസ്രനാമം ശുദ്ധീകരണവും രക്ഷകനുമാണ്. എല്ലാം പരാജയപ്പെടുമ്പോൾ നാം ദൈവത്വത്തിനും നിരവധി അർത്ഥങ്ങളുണ്ട്. അതനുസരിച്ച് വിഷ്ണു സഹസ്രനാമം ഒരു സർവശക്തമായ ജപമാണ്. പൂർണ്ണമായ അർത്ഥമറിയാതെ ജപിക്കുന്നത് പോലും ഗുണം ചെയ്യും. വിഷ്ണു സഹസ്രനാമം ശ്രവിക്കുന്നത് ഭയവും പാപവും അകറ്റുന്നു. വ്യക്തികൾക്കുള്ള നിർഭാഗ്യവും ശാപവും മറികടക്കാൻ ഇത് സഹായിക്കുന്നു. മന്ത്രം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാനും ഭാഗ്യം കൊണ്ടുവരാനും സഹായിക്കുന്നു. മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് മോചനം നേടാനും പോസിറ്റീവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇത് സഹായിക്കുന്നു. ഒരാൾ ആത്മവിശ്വാസം നേടുകയും ആത്മവിശ്വാസത്തോടെ ലക്ഷ്യങ്ങൾ പിന്തുടരുകയും ചെയ്യുന്നു. അത് ആത്മാഭിമാനം വീണ്ടെടുക്കുകയും വീടിന് സമാധാനം നൽകുകയും ചെയ്യുന്നു. ഇത് ഒരു വ്യക്തിക്ക് സമഗ്രമായ വളർച്ചയും അറിവും നൽകുന്നു. ദുരുദ്ദേശങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഒരാളുടെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ചുറ്റും ഒരു സംരക്ഷണ തടസ്സം സൃഷ്ടിക്കുന്നു. ജീവിതത്തിൽ നിന്നും നിലവിലുള്ള പാപങ്ങളിൽ നിന്നും അത് നമ്മെ മോചിപ്പിക്കുന്നു. പുണ്യത്തിൻ്റെ പാതയിലും പ്രബുദ്ധരാകുന്നതിനും നമ്മെ സഹായിക്കുന്നു. പരമാത്മാവിലേക്ക് നമ്മെ അടുപ്പിക്കാനും മരണാനന്തര ജീവിതത്തിൽ മോക്ഷം നേടാനും ഇത് സഹായിക്കുന്നു. അങ്ങനെ ഭഗവാൻ അവസാന ശ്വാസം എടുത്തതിന് ശേഷം ഭഗവാന്റെ പുണ്യസ്ഥലമായ